കഴിഞ്ഞ ഡിസംബറിലെ ഒരു രാത്രി. നേർത്ത തണുപ്പും കാറ്റിൻ്റെ തലോടലും ആസ്വദിക്കുവാൻ വീടിൻ്റെ ടെറസിൽ ഞാൻ ചെന്ന് നിന്നു. ലൈറ്റുകളെല്ലാം അണച്ചു. രാത്രിയിലെ ആകാശം കാണാൻ എന്തു ഭംഗിയാണ്! നിറയെ കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ. ചില ഗാലക്സികൾ പോലും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം. ദിവസവും ദൃശ്യമാകുന്ന ഈ ദിവ്യ സൗന്ദര്യം എത്ര പേർക്ക് ആസ്വദിക്കാൻ സമയം കിട്ടുന്നുണ്ട് എന്ന് ഞാൻ ഓർത്തുപോയി. നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യാൻ ഇവയ്ക്ക് കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ വിശാലതയ്ക്ക് താഴെ നിൽക്കുമ്പോൾ പ്രപഞ്ചത്തിൽ ജീവികളുടെ സ്ഥാനം എത്ര നിസ്സാരമാണെന്ന് അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് ഒരു സ്വർണ്ണരേഖ ആകാശത്തിന് കുറുകെ കടന്നുപോയി. ഉൽക്കാപതനം ആദ്യമായി അടുത്ത് കാണുകയാണ്. മനോഹരമെന്ന് പറയാതെ വയ്യ. ഉൽക്കകളെപ്പറ്റി ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചത് ഓർമ്മ വന്നു. എന്നാൽ ഉൽക്കകൾ കാണുന്നത് നല്ലതല്ലെന്ന് പണ്ട് മുത്തശ്ശി പറഞ്ഞിരുന്നു. എന്താവും അതിന് കാരണം? മുത്തശ്ശി പറയുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും നന്മയുണ്ടാകാതെ വരില്ല. ഭൂമണ്ഡലത്തിലേക്ക് എത്തുന്ന പാറക്കഷ്ണങ്ങളിൽ ചിലത് കത്താതെ ഭൂമിയിൽ ചിതറി വീഴാറുണ്ട്. അവ നമ്മുടെ തലയിലോ മറ്റോ വീണാൽ ആപത്തിനിടയുണ്ട്. അതാവും മുത്തശ്ശിയുടെ വാക്കിൻ്റെ പൊരുൾ. ഞാൻ ഒരെണ്ണം കാണാൻ കാത്തിരുന്നു. അല്പം കഴിഞ്ഞ് അകലെ ഒരു വെള്ളിരേഖ മാഞ്ഞുപോയി. അങ്ങനെ 10ഓളം ഉൽക്കാപതനം കണ്ടു. നമ്മൾ കാണുന്നില്ലെങ്കിലും ഈ പ്രക്രിയ രാവും പകലും അനവരതം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ മാസങ്ങൾക്ക് മുമ്പ് മനോരമയിൽ വന്ന ഒരു വാർത്ത ഞാൻ ഓർത്തു. അത് ഇപ്രകാരമായിരുന്നു: ഭൂമിയിൽ ജീവൻ ഉടലെടുക്കാൻ സഹായകമായ ജൈവരാസ സംയുക്തങ്ങൾ ഭൂമിയിലെത്തിയത് അഗാധ ബഹിരാകാശത്തിൽ നിന്നെന്ന് ജപ്പാനിലെ ഹൊക്കൈദോ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരുടെ പഠനം. ഭൂമിയിൽ പതിച്ച 3 കാർബണേഷ്യസ് വിഭാഗത്തിൽപ്പെടുന്ന ഉൽക്കകളിൽ ന്യൂക്ലിയോ ബേസുകളുടെ സാന്നിധ്യം കണ്ടെത്തിയതാണ് നിഗമനത്തിലേക്ക് ശാസ്ത്രജ്ഞരെ നയിച്ചത്. DNA-യുടെ പ്രശസ്തമായ ഇരട്ടപ്പിരിയൻ കോവണി ഘടനയ്ക്ക് കാരണമായ നൈട്രജൻ അടങ്ങിയ രാസസംയുക്തങ്ങളാണ് ന്യൂക്ലിയോ ബേസുകൾ. DNA നിർമ്മിതമായിരിക്കുന്നത് അഡനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ തുടങ്ങിയ ന്യൂക്ലിയർ ബേസുകളിലാണ്. ഇതിൽ പലതും ഉൽക്കയിൽ നിന്ന് കണ്ടെത്തി. കാർബണേഷ്യസ് പാറകൾ എന്താണ്? കാർബണിൻ്റെ അളവ് കൂടുതലുള്ള പാറകൾ, അതായത് കൃഷ്ണശിലകൾ. ഇത് വളരെ വിരളമായി മാത്രം ലഭിക്കുന്നവയാണ്. ഇവ സാധാരണ ശിലകളേക്കാൾ കട്ടി കൂടിയവയാണ്. ഭാരതത്തിൽ പണ്ടുകാലം മുതൽ ക്ഷേത്രപൂജയ്ക്കുള്ള വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരുന്നത് ഇത്തരം അപൂർവമായി ലഭിക്കുന്ന കൃഷ്ണശിലകളിലായിരിക്കണം. ലഭ്യത കുറഞ്ഞതിനാൽ പിന്നീട് സാധാരണ ശിലകളിൽ വിഗ്രഹം നിർമ്മിക്കാൻ തുടങ്ങി. കൃഷ്ണശിലകളിലെ ഈ ജൈവാംശത്തെപ്പറ്റി പണ്ടുള്ളവർക്ക് ബോധമില്ലായിരുന്നുവെന്ന് കണ്ണടച്ചു തള്ളാൻ നമുക്കാവില്ല. കാരണം പണ്ടുള്ളവർ പറഞ്ഞതും ചെയ്തതുമൊക്കെ ശാസ്ത്രീയ അടിസ്ഥാനത്തിലായിരുന്നുവെന്ന് ഇന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാരതീയർ വിഗ്രഹങ്ങളിലൂടെ ആരാധിച്ചിരുന്നത് ജീവനാധാരമായ ഈ രാസസംയുക്തങ്ങളെയാണെങ്കിൽ അവരതിനെ പഞ്ചഭൂതങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. അവയെ ദിവ്യവും പരിശുദ്ധവുമായി കരുതി. പൈതൃകം കാത്തു സൂക്ഷിക്കാനുള്ള മനുഷ്യ മനസ്സുകളുടെ പ്രതിജ്ഞാബദ്ധതയല്ലേ ഇത് വെളിവാക്കുന്നത്? തൻ്റെയും സഹജീവികളുടെയും നിലനിൽപ്പിന് ആധാരമായ പഞ്ചഭൂതങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ ആരാധിക്കുന്നതിലൂടെ നമ്മിലെ സത്വഗുണങ്ങളെ തൊട്ടുണർത്തുകയും അന്തർലീനമായ സഹജ ഗുണങ്ങളെ സജീവമാക്കുകയുമാണ് ചെയ്യുന്നത്. ആരാധനയിൽ നിന്നും ശാരീരികവും മാനസികവുമായ ഒരുതരം വിമലീകരണം സംഭവിക്കുന്നുണ്ടെന്ന് മനഃശാസ്ത്രവും സമ്മതിക്കും. ഈ അടിസ്ഥാനം ശാസ്ത്രീയമാണെന്ന് കൂടി വിഗ്രഹധ്വംസകർ അറിഞ്ഞാൽ നന്നായിരുന്നു. പലപ്പോഴും മറ്റു മതസ്ഥർ ഹിന്ദുക്കളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്നത് കല്ലിനെയല്ലേ? കല്ലിനെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? കല്ല് എങ്ങനെയാണ് പ്രാർത്ഥന കേൾക്കുക? ഹിന്ദുക്കളിൽ പലരും തന്നെ ഇതേ സംശയം കൊണ്ടു നടക്കുന്നുണ്ടാവാം. തൻ്റെ മതത്തോട് ഇക്കാരണത്താൽ അപകർഷതയും തോന്നുന്നുണ്ടാവാം. ചിന്തിക്കാൻ കഴിയാത്തവർ യുക്തിവാദികളായി മാറി. മറ്റു ചിലർ ഉത്തരം മുട്ടിയപ്പോൾ മറ്റു മതങ്ങളിലേക്ക് ചേക്കേറി. ക്രിസ്തീയ വിശ്വാസികളുടെ സൺഡേ സ്കൂൾ പോലെയും ഇസ്ലാം മത വിശ്വാസികളുടെ മദ്രസ പോലെയും മതപാഠശാലകൾ ഹിന്ദുക്കൾക്കില്ലാത്തത്
പുതുതലമുറയ്ക്ക് പൈതൃക മൂല്യങ്ങളിൽ നിന്ന് അകലെയാകാൻ കാരണമാകുന്നുണ്ട്. സ്വന്തമായുള്ളവയിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. സനാതനധർമ്മത്തിന് മതമില്ല, ആശയവും ലക്ഷ്യവും മാത്രമേ ഉള്ളൂ. പുരാതനമായ ക്ഷേത്രങ്ങളും ക്ഷേത്ര ഗോപുരങ്ങളും കാണുക. നിറയെ പുരാണേതിഹാസങ്ങൾ പാറയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അവ കാലാതിവർത്തിയായി നിലനിൽക്കുന്നതിന് കാരണം പാറയാണ്. പല വിദേശികളും വിഗ്രഹധ്വംസകരും പലവട്ടം തകർക്കാൻ ശ്രമിച്ചിട്ടും തകരാതെ നിലകൊള്ളുന്നത് ആ പാറകളുടെ ശക്തി മൂലമാണ്. വിഗ്രഹം എന്നാൽ വിശേഷേണ ഗ്രഹിക്കേണ്ടത് എന്നാണ് അർത്ഥം. പണ്ടുള്ളവർ കലയും സംസ്കാരവും വരും തലമുറയ്ക്കായി ചിരകാലം കാത്തു സൂക്ഷിക്കാൻ കണ്ട മാധ്യമം വിഗ്രഹങ്ങൾ തന്നെയായിരുന്നു. സുലഭമായ ഈ പാറക്കഷ്ണങ്ങൾ പ്രകൃതിയുടെ വരദാനമായി അവർ കരുതി. ക്ഷേത്രങ്ങളും കലാശാലകളും മണ്ഡപങ്ങളും സത്രങ്ങളും മതിലുകളും ചുമടുതാങ്ങികളും വീടുകളും സുരക്ഷിതമായി നിലനിർത്താൻ പാറയല്ലാതെ മറ്റെന്താണ് അന്നും ഇന്നും ഭൂമിയിലുള്ളത്? ഇന്നത്തെ പോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമാറ് പാറയെ ദുരുപയോഗം ചെയ്യാൻ പണ്ടുള്ളവർ ശ്രമിച്ചിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഭൂമി കനൽ പോലെ ജ്വലിച്ചിരുന്നപ്പോൾ നിരന്തരം പെയ്ത മഴയിൽ വാതകങ്ങളും ദ്രവരൂപത്തിലുള്ള ലോഹങ്ങളും ഘനീഭവിച്ചുണ്ടായതാണ് പാറകൾ. നമുക്കറിയാം, പാറയ്ക്ക് മനുഷ്യനേക്കാൾ പ്രായമുണ്ട്. പാറകൾ നിർമ്മിക്കപ്പെട്ടതുപോലെയുള്ള പരിണാമ പ്രക്രിയയുടെ ഫലമാണ് ഇന്നത്തെ പ്രകൃതിയും ജീവജാലങ്ങളും. രാമായണത്തിൽ ഒരു കഥയുണ്ട്, അഹല്യയുടെ കഥ. മുനിയായ ഗൗതമന്റെ ഭാര്യയായിരുന്നു അഹല്യ. അവൾ അതിസുന്ദരിയായിരുന്നു. ഒരിക്കൽ ദേവേന്ദ്രൻ അവളെ കണ്ടു മോഹിച്ചു. ഗൗതമൻ ആശ്രമത്തിലില്ലാതിരുന്ന സമയം അയാൾ ഗൗതമ വേഷം ധരിച്ചു ചെന്ന് അഹല്യയെ പ്രാപിച്ചു. പെട്ടെന്ന് അവിടെ എത്തിച്ചേർന്ന ഗൗതമൻ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അഹല്യയെ ശപിച്ച് ശിലയാക്കുകയും ചെയ്തു. ത്രേതായുഗത്തിൽ ശ്രീരാമപാദ സ്പർശനത്താൽ ശാപമോക്ഷം ലഭിക്കുമെന്ന് വരവും നൽകി. ദേവേന്ദ്രന് ലഭിച്ചു ശാപം. വിശ്വാമിത്രന്റെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ തൻ്റെ പാദം കല്ലിൽ വെച്ചപ്പോൾ അഹല്യയ്ക്ക് മോക്ഷം ലഭിച്ചു. അവൾ ശ്രീരാമനെ തൊഴുതു നിന്നു. ഈ കഥ ഒരു റിയലിസ്റ്റും അഥവാ യഥാതഥവാദിയും വിശ്വസിക്കില്ല. കല്ലിൽ നിന്നും മനുഷ്യ സ്ത്രീ പുറത്തു വരിക അസംഭവ്യം, ആരും വിശ്വസിക്കുകയില്ല. എന്നാൽ രാമപാദത്തിൽ നിന്നുണ്ടായ അനിതര സാധാരണമായ എനർജി അല്ലെങ്കിൽ ശക്തി അഹല്യ എന്ന കാർബണേഷ്യസ് പാറയിലെ രാസസംയുക്തങ്ങളിൽ ഉണ്ടാക്കിയ യോഗ വിസ്ഫോടനങ്ങളായിരിക്കാം ഒരുപക്ഷെ പുനഃസൃഷ്ടിക്ക് പിന്നിൽ. യുറാനസിന്റെ ഭാഗമായ ഉൽക്കകൾ ഭൂമണ്ഡലത്തിലേക്ക് എത്തിയതാണ് നൂറ്റാണ്ടുകൾ നീണ്ട മഴയ്ക്ക് കാരണമെന്ന് ചില ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നു. ജൈവ വൈവിധ്യങ്ങൾക്ക് പിന്നിൽ മറ്റു ഗ്രഹങ്ങളുടെ ഭാഗമായ ഉൽക്കകളാകാമെന്ന് അവർ സംശയിക്കുന്നുണ്ട്. സൃഷ്ടിയുടെ പൊരുളുകളെയും നമ്മിലെ നന്മകളെയും നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ മനുഷ്യൻ ആഴത്തിൽ ചിന്തിക്കുന്നില്ല, എടുത്തു ചാടി എന്തൊക്കെയോ ചെയ്യുന്നു. എല്ലാ മതങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ അടിസ്ഥാന തത്വങ്ങൾ ഉണ്ടാവും. അതിനെ അറിവില്ലായ്മയാൽ നിശിതമായി വിമർശിക്കുന്നതിനു പകരം അവയിലെ നന്മകൾ അറിയുവാനല്ലേ ശ്രമിക്കേണ്ടത്? അതല്ലേ ബുദ്ധിപരം? എല്ലാ മതങ്ങളും സ്നേഹത്തെ ഉദ്ഘോഷിക്കുന്നു, സമാധാന ജീവിതത്തെ കാംക്ഷിക്കുന്നു, സൗഹൃദം ആഹ്വാനം ചെയ്യുന്നു. അത് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളേണ്ട ബാധ്യതയാണ് നാം ഓരോരുത്തർക്കുമുള്ളത്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് മതസ്പർദ്ധയല്ല, മതസഹിഷ്ണുതയാണ്. ലോക നന്മയ്ക്കും വ്യക്തി വൈശിഷ്ട്യ വികസനത്തിനും അതുതന്നെയാണ് അനിവാര്യം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.